ഈ ഒരു പുഡിങ് ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ അതിലും മേലെയായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, പൊളി സാധനമാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ 3 ഐറ്റംസ് മതി. പക്ഷെ നിങ്ങളതായ ടോപ്പിംഗ്സ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. ചോക്ലേറ്റിന്റെ സ്പോഞ്ച് കേക്ക്, അൽമറയുടെ ഡബിൾ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, അൽമറയുടെ ചോക്ലേറ്റ് പുഡിങ്, ഇതാണ് 3ആയിട്ട് ബേസ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കടിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ ന്യൂട്രലയും ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വരുന്നവരെ ഞാനത് സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറയാലോ. നല്ല ക്രീമി ആയിട്ടുള്ള അതിൻ്റെ മേലത്തെ ടോപ്പിങ്സും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചും അധികം ഓവർ മധുരമൊന്നും ഇല്ലല്ലോ. നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡി ടു ഈറ്റ് ആയിട്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കോ. ബൈ.